ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തിരുവോണത്തിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ കുറച്ച് ബ്യൂട്ടീഷ്യനാണെന്ന് വിചാരിച്ചു. അങ്ങനെ കണ്ണൊക്കെ എഴുതി മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് ചെന്നു. പിന്നെ കറികളൊന്നും അധികം വെക്കേണ്ട ആവശ്യമില്ല, കാരണം ഇന്നലെ തിരുവോണമായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് കുറേ കറികളൊക്കെ കാണുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ ചോറ് വെച്ചു. അതിങ്ങനെ കുക്കറിൽ തന്നെ വെക്കുന്നത്. അത് അടച്ചിട്ട് കഴിഞ്ഞിട്ട് ചീര ഉണ്ടായിരുന്നു. ചീര തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. മുട്ടയൊക്കെ ഇട്ടിട്ട് തോരൻ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചീര നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അരിഞ്ഞൊക്കെ എടുത്തിട്ട് നമ്മൾ തോരൻ വയ്ക്കണം. അപ്പോൾ ഇന്നലത്തെ അവിയലും പുളിശ്ശേരിയും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ചീരത്തോരൻ്റെ ആവശ്യമില്ല, പക്ഷേ ചീര അധിക ദിവസം വയ്ക്കാൻ പറ്റില്ല, പെട്ടെന്ന് ചീത്തയായി പോകില്ലേ. പിന്നെ തേങ്ങ തോരന് ചേർക്കാനുള്ള തേങ്ങയ്ക്ക് ഇങ്ങനെ എടുത്തിട്ട് മിക്സിയിലിട്ട് അങ്ങനെയാണ് തേങ്ങ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ചിട്ട് നമ്മൾ തോരനായിട്ട് തേങ്ങ എടുക്കുകയാണ്. അപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴേക്കും സാധനങ്ങളെല്ലാം തീർന്നായിരുന്നു. പോയപ്പോഴേക്കും എല്ലാം ഒരുവിധം ഒരു മാസത്തിനുള്ളിൽ ചീത്തയായി പോകത്തില്ല. അപ്പോൾ നമ്മളെല്ലാം തീർത്തിട്ടാണ് പോയത്. വന്നപ്പോഴേക്കും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങി. കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് വന്നപ്പോഴേക്കും. അതൊക്കെ വെച്ച് ഒരു 1-2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് കുറച്ച് പതുക്കെ സാധനങ്ങൾ വാങ്ങി തുടങ്ങാം. അങ്ങനെ നമ്മൾ സവോളയ്ക്ക് വരെ ഉള്ളിയാണ് എടുക്കുന്നത്. ഉള്ളി എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് തോരൻ, സിമ്പിളായിട്ടൊരു തോരനാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ട ഇട്ടിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ മുട്ടയെല്ലാം എടുത്തു. മുട്ട വാങ്ങിച്ചായിരുന്നു ഇന്നലെ മുട്ട വാങ്ങിച്ച് മുട്ടയെല്ലാം ഇങ്ങനെ അടുക്കി വയ്ക്കുകയാണ്. മുട്ട ഇട്ടിട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ മുട്ട ഇടുന്ന ആ ഒരു പോർഷൻ കിട്ടിയില്ല കേട്ടോ വീഡിയോയിൽ. മുട്ട എടുക്കുന്നത് മാത്രമേ വന്നുള്ളൂ, മുട്ട ഇട്ടിട്ട് ചിക്കുന്നത് വന്നില്ല. സാധാ മുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുകിട്ട് നന്നായിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെറിയുള്ളിയാണ് ഇടുന്നത്. ചെറിയുള്ളി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ടേസ്റ്റ് കിട്ടും. സവോള ഇട്ടാലും മതി. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാം, അപ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ്. ഞാനിപ്പോൾ വെളുത്തുള്ളി ഇടുന്നില്ല. ഞാൻ ചെറിയുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ചെറിയുള്ളി ഇട്ട് വഴറ്റുന്നതിന് മുമ്പ് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചീര നന്നായിട്ട് അരിഞ്ഞത്, പച്ചച്ചീര ആണെങ്കിലും ചുവന്ന ചീര ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഏത് ചീരയെന്ന് വെച്ചാൽ അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് പെട്ടെന്ന് ചീര വേകും. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി, ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കുമെങ്കിൽ കുരുമുളക് ചേർക്കണ്ട. ഞാനിപ്പോൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അങ്ങനെ നമ്മൾ തേങ്ങയെല്ലാം ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ മുട്ട ഇടുന്നത്. പക്ഷേ മുട്ട ഇടുന്നത് കിട്ടിയിട്ടില്ല. സാധാ രീതിയിൽ മുട്ട ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ചിക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും.